ഉക്രൈന്റെ പാർലമെന്റ് കെട്ടിടം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ റഷ്യ ഒരു കനത്ത വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു. 805 ഡ്രോണുകളും 13 മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് കീവിൽ ഉള്ള ഉക്രൈന്റെ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾ എല്ലാം തകർത്തിരിക്കുന്നു. ഇതിലൊരു കുട്ടി ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇത് മനഃപൂർവ്വമുള്ള ഒരു കുറ്റകൃത്യമാണ് എന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുകയും ചെയ്തു. ഇത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള റഷ്യയുടെ ശ്രമമാണ്. ഉക്രൈനിലെ ഏറ്റവും കനത്ത പ്രതിരോധ സംവിധാനമുള്ള ഒരു പ്രദേശത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്ന് ഉക്രൈൻ പ്രധാനമന്ത്രി ലൂയിയ സോരേസിഡിങ്കോ പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കിവിൽ മാത്രമല്ല, ക്രിമി റിഹ്, സപ്പോരിജിയ, സുമി, ചെർണിവിറി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇതോടുകൂടി തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരു നിലപാട് എടുക്കുന്നതിലേക്ക്, ഒരു കടുത്ത നിലപാട് എടുക്കുന്നതിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കാരണം കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു പൈപ്പ് ലൈൻ ബ്രിയാൻഡക്സിലെ ഡ്രുഷ്ബ എന്ന് പറയുന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്ന റഷ്യയുടെ എണ്ണ പൈപ്പ് ലൈൻ ഉക്രൈൻ ആക്രമിച്ചിരുന്നു. റഷ്യയെ സംബന്ധിച്ച് അവരുടെ പ്രധാന ഒരു ഇൻകം തന്നെ എണ്ണയാണ്. ഈ പൈപ്പ് ലൈൻ ആക്രമിച്ചതിൻ്റെ ഒരു പ്രതികാര നടപടിയാണോ ഈ കടുത്ത ആക്രമണം എന്ന് അറിയില്ല. ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുകയാണ്. അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്ന് വരും മണിക്കൂറിലൊക്കെ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. കാരണം ഏതായാലും സമാധാനം വളരെ വളരെ അകലെയാണ്. അടുത്തെങ്ങും ഒരു സമാധാനത്തിനുള്ള യാതൊരു ശ്രമവും കാണുന്നില്ല, ഇരുപക്ഷവും കാണുന്നില്ല. കാരണം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് അലാസ്കയിൽ ട്രംപ് പുടിനുമായി ചർച്ച നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആ കാലഘട്ടങ്ങളിൽ വളരെ ഇത്രയും രീതിയിലുള്ള കനത്ത ആക്രമണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് അമേരിക്ക ഒരു സൈനിക നീക്കം നടത്തുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.